അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ മൗലീദ് ചൊല്ലുന്നവരാണ്. അറബിയിലും മലയാളത്തിലും പദ്യമായും ഗദ്യമായും ഒക്കെ മൗലീദ് ചൊല്ലാറുണ്ട്. വലിയ പുണ്യമുള്ള അമലാണ് മൗലീദ് ചൊല്ലുക, ചൊല്ലിപ്പിക്കുക എന്നുള്ളത്. മഹാന്മാരായ ഇമാമിങ്ങളും സൂഫിയാക്കളും ഔലിയാക്കളും ഒക്കെ മൗലൂദ് ചൊല്ലിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് തന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് പലപ്പോഴും വാഴ്ത്തി പറയാറുണ്ടായിരുന്നു, പാടാറുണ്ടായിരുന്നു. അതിന് പുണ്യപ്രവാചകൻ വലിയ പ്രോത്സാഹനവും വലിയ അംഗീകാരവും നൽകിയിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പ്രത്യേകമായ ആണ്ടറുകളിലൊക്കെ മൗലീദ് പാരായണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാ, എന്താണ് ആ മൗലീദിന്റെ വിവക്ഷ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുക, വാഴ്ത്തുക, പുകഴ്ത്തുക, മദ്ഹ് പറയുക, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങൾ പാടിപ്പുകഴ്ത്തുക. അതാണ് മൗലീദ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത് പുണ്യമായ കർമ്മമാണ്, അമലാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും മൗലീദിന്റെ അമരനാദം മുഴങ്ങിക്കേൾക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ മൗലീദ് പതിവാക്കുക, ചൊല്ലുക, ചൊല്ലിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.